കുറെ അധികം സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തിട്ടും സ്ട്രോങ്ങർ ആവുന്നില്ല അല്ലേ? എങ്കിൽ ഈ ഒരു 6 കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആദ്യത്തെ നമ്പർ 1, ഡു ഫ്യൂവർ എക്സസൈസ്. എന്ന് പറഞ്ഞാൽ 20 മുതൽ 30 വെറൈറ്റി എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. മെയിൻ ആയിട്ടുള്ള കീ ബിഗ് ലിഫ്റ്റ്സ് മാത്രം ചെയ്താൽ മതി. എ സ്ക്വാട്ട്, എ ഡെഡ് ലിഫ്റ്റ്, എ ബെഞ്ച് പ്രസ്, എൻ ഓവർഹെഡ് പ്രസ്, എ പുൾ അപ്പ്, ഓർ ഹാങ്ങിങ് ഇൻ ദ ബാർ, ഓർ എ ബാർബൽ റോ. ഈ മെയിൻ എക്സസൈസ് മാസ്റ്റർ ചെയ്താൽ മാത്രം മതി. വെറൈറ്റി വേണമെങ്കിൽ ഓക്കെ, പ്രോഗ്രസ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ കുറച്ച് എക്സസൈസ് മതി. നമ്പർ 2, ടെക്നിക്. ഗുഡ് ടെക്നിക് ഉണ്ടെങ്കിൽ റൈറ്റ് മസിൽസ് വർക്ക് ആവും. ഏതൊരു വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിന്റെ ടെക്നിക്ക് റൈറ്റ് ആയിരിക്കണം. സേഫ് ആയിരിക്കും, റിയൽ സ്ട്രെങ്തും നിങ്ങൾ ബിൽഡ് ചെയ്യും. നമ്പർ 3, ഫോക്കസ് ഓൺ ഫീൽ നോട്ട് റെപ്സ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോൾ ആ മസിൽ ഫീൽ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ലാറ്റ് പുൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാറ്റ്സ് ഫീൽ ചെയ്തില്ലെങ്കിൽ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് റൈറ്റ്. നമ്പർ 4, മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക. മൊബിലിറ്റി നന്നായാൽ റേഞ്ച് ഓഫ് മോഷൻ നന്നാകും. റേഞ്ച് ഓഫ് മോഷൻ നന്നായാൽ ലിപ്സും സേഫർ ആകും. അതേസമയം നിങ്ങളുടെ സ്ട്രെങ്തും കൂടും. നമ്പർ 5, നല്ല ഉറക്കവും നല്ല ന്യൂട്രീഷനും. എത്ര ഹാർഡ് വർക്ക്ഔട്ട് ചെയ്തിട്ടും നല്ല ഉറക്കമില്ലെങ്കിൽ ബോഡി റിക്കവർ ആവില്ല. നമ്പർ 6, ബി പേഷ്യന്റ്. റിസൾട്ട്സ് വേണ്ട, അതേസമയം ഈഗോ ലിഫ്റ്റിംഗും വേണ്ട. സ്ലോ പ്രോഗ്രസ് മതി. എഫർട്ടും കൺസിസ്റ്റൻസി ആണ് നോക്കേണ്ടത്. ഒരു ചോദ്യം മതി, ഞാൻ റെഗുലറായി വരുന്നുണ്ടോ? ഞാൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ? സ്റ്റിക്ക് ചെയ്യുന്നുണ്ടോ? ഈ ഒരു 6 കാര്യം നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. യു വിൽ ഗെറ്റ് സ്ട്രോങ്ങർ.